ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കപ്പൂച്ചിൻ സഭാംഗമായ ബഹുമാനപ്പെട്ട ആർമണ്ട് മാധവത്ത് അച്ഛൻ 2024 അദ്ദേഹത്തെ ദൈവദാസനായിട്ട് നാമകരണം ചെയ്തത്. ഈ അടുത്തിടയ്ക്കാണ് ആർമണ്ട് അച്ഛൻ മരിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 2001 അച്ഛൻ മരിച്ചത്. ഇത് 2024 അദ്ദേഹത്തെ ദൈവദാസനായിട്ട് നാമകരണം ചെയ്തു. അപ്പോൾ കപ്പൂച്ചിൻ സഭയിലുള്ള പലരും, അച്ഛൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ള പലരും ഇന്ന് തമാശയ്ക്കെങ്കിലും അവർ പറയുകയാണ്, അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളൊരു വിശുദ്ധൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയാതെ പോയെന്ന്. അച്ഛനോടൊപ്പം ഒരു ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിശുദ്ധൻ്റെ കൂടെ ഇരുന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയാതെ പോയി. അച്ഛനോടൊപ്പം ഭക്ഷണമുറിയിലിരുന്ന് ഒരേ ഭക്ഷണം സ്വീകരിച്ച അവസരത്തിലും ഒരു വിശുദ്ധൻ്റെ ഒപ്പമാണല്ലോ ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് അവർ തമാശയ്ക്കാണെങ്കിലും പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. പലരുടെയും മരണശേഷമാണ് അവർ നന്മയുള്ളവരായിരുന്നുവെന്ന് നമ്മൾ പ്രഘോഷിക്കുന്നതും തിരിച്ചറിയുന്നതും. കൂടെയുള്ളപ്പോൾ ആളുകളുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഒരു വചന ശുശ്രൂഷയിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്ന ഒരു വിഷയം ഇതാണ്: കൂടെയുള്ളവരുടെ വില മനസ്സിലാക്കുക. ഇത് നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ, ഞങ്ങൾ സന്യാസർക്കായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബങ്ങളിലായിക്കൊള്ളട്ടെ, ഒരു പൊതുസ്ഥാപന മേഖലയിൽ ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, കൂടെയുള്ളവരുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചും അതുപോലെ എൻ്റെ സന്യാസിനികളായിട്ട് ജീവിച്ച് മരിച്ച് പിന്നീട് വിശുദ്ധരായ പലരെക്കുറിച്ചും അവരുടെ ഒപ്പം ജീവിച്ചിരുന്നവർ പിന്നീട് സഹതപിക്കുന്ന കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊരു വിശുദ്ധനായിരുന്നു, വിശുദ്ധയായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായില്ല. അൽഫോൻസാമയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒത്തിരിയധികം പ്രഘോഷിക്കാറുണ്ട്, അല്ലേ? കേരളത്തിൻ്റെ കൊച്ചുറാണിയാണ്, സഹനസൂനമാണ്, ദൈവത്തിൻ്റെ പ്രത്യേക ദാസിയാണെന്നൊക്കെ പറഞ്ഞ് അൽഫോൻസാമയെക്കുറിച്ച് ഒത്തിരിയധികം നമ്മൾ പ്രഘോഷിക്കാറുണ്ട്. അൽഫോൻസാമയുടെ വളരെ കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. ജൂലൈ 28 അൽഫോൻസാമയുടെ തിരുനാളിന് സ്റ്റാറ്റസുകളുടെ ഒരു പ്രളയമാണ്. അൽഫോൻസാമയെ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് മിനുക്കി ഒരുക്കിയിട്ട്. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. രോഗം പിടിച്ച് ദീനം പിടിച്ച് കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്ന ഒരു സ്ത്രീ, ഒരു സന്യാസിനി, അതായിരുന്നു അൽഫോൻസാമ. എപ്പോൾ ചോദിച്ചാലും അസുഖമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയായിരുന്നു കൂടെയുള്ളവർ ആ സഹോദരിയെ അന്ന് മനസ്സിലാക്കിയിരുന്നത്. ചിലരൊക്കെ അന്ന് അൽഫോൻസാമയെ പരിഹസിച്ച് പറയുമായിരുന്നു, ഈ രണ്ടാനമ്മ വളർത്തിയതിൻ്റെ കുഴപ്പം അതാ ഈ പെണ്ണ് ഇങ്ങനെയായിപ്പോയതെന്ന്. ചിലരൊക്കെ പറയുമായിരുന്നു, പണ്ടെന്നോ ചെറുപ്പത്തിൽ ഇവൾ ആത്മഹത്യക്ക് പരിശ്രമിച്ചിട്ടുണ്ട്, അതാ ഇതിൻ്റെ ദൈവകോപമാണ് ഇപ്പോഴും അസുഖം എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ പാവത്തിൻ്റെ നന്മ മനസ്സിലാക്കുവാനായിട്ട്, അവളുടെ വിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആർക്കും സാധിച്ചില്ല. സിസ്റ്റർ അൽഫോൻസ മരിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ കുട്ടികൾക്കാണ് പെട്ടെന്ന് തോന്നിയത്, ഇതൊരു നല്ല സിസ്റ്ററായിരുന്നല്ലോ. അവളുടെ മരണശേഷം അവളുടെ കബറിടത്തിൽ പോയി ആദ്യം പ്രാർത്ഥിച്ചതും നമുക്കറിയാം, ചരിത്രമറിയാം, സ്കൂൾ കുട്ടികളാണ്. ഈ സ്കൂൾ കുട്ടികളിലൂടെയാണ് അൽഫോൻസായുടെ കഥ പിന്നീട് ലോകമെമ്പാടും അറിയാൻ ഇടയായത്. ഇന്ന് വലിയ സ്റ്റാറ്റസുകളും വലിയ ഫ്ലെക്സുകളും ബോർഡുകളും വെച്ച് അവളുടെ ജീവിതം ആഘോഷിക്കുന്നതും. പക്ഷേ സ്നേഹമുള്ളവരെ, കൂടെയുണ്ടായിരുന്നപ്പോൾ അവളുടെ വില ആർക്കും മനസ്സിലായില്ല. ഇത് സന്യാസ ഭവനങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് മാത്രം പറ്റുന്ന അബദ്ധമല്ല കേട്ടോ. ഞങ്ങൾക്ക് കൂടെയുള്ള സന്യാസിനികളെക്കുറിച്ച് പലപ്പോഴും മതിപ്പില്ല. മരിച്ചു കഴിയുമ്പോൾ ആൾ നല്ലൊരു വ്യക്തിയായിരുന്നു പറയുന്നത്. ഇത് നമ്മുടെയൊക്കെ കുടുംബത്തിലും സംഭവിക്കുന്നതാണ്. ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അപ്പനമ്മമാരെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു മതിപ്പുമില്ല. പക്ഷേ അവരുടെയൊക്കെ കാലശേഷമായിരിക്കും ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയുന്നത്, എൻ്റെ അപ്പച്ചൻ്റെ ആ കാലഘട്ടത്തിൽ. ഇന്ന് ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നത്തെ തലമുറയിലെ മുതിർന്നവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യവും
സമ്പത്തും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചി, എൻ്റെ പൊന്നമ്മച്ചി പണ്ടും ജീവിച്ചിരുന്നതാണ്. എന്ത് നല്ല അമ്മച്ചിയായിരുന്നു, എന്തുള്ള സ്നേഹനിധിയായിരുന്നു. പക്ഷേ ആ അപ്പൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അമ്മ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരെയൊക്കെ തിരസ്കരിക്കുകയും എനിക്കെൻ്റെ വിഹിതം വേണം, എനിക്കെൻ്റെ ഓഹരി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവരെ ടെൻഷൻ അടിപ്പിച്ച് അവർക്ക് ഹൃദ്രോഗം വരുത്തിയിട്ട് നമ്മളൊക്കെ കൊന്നൊടുക്കിയിട്ടുള്ളവരൊക്കെ തന്നെയായിരിക്കാം ഇന്നിരുന്ന് പറയുന്നത് അവരൊക്കെ നല്ലവരായിരുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, അവരോടൊക്കെ ആയിരിക്കുമ്പോൾ, ഇന്ന് അപ്പനമ്മമാരോടൊപ്പമായിരിക്കുമ്പോൾ, ഇന്ന് സഹസന്യാസികളോടൊപ്പമായിരിക്കുമ്പോൾ, ജീവിത പങ്കാളിയോടൊപ്പമായിരിക്കുമ്പോൾ മനസ്സിലാക്കുക, അവർക്ക് നന്മയുണ്ട്, അവർ നല്ല വ്യക്തികളാണ്, അവരെ ദൈവമാണ് നിൻ്റെ ജീവിതത്തിലേക്ക് അയച്ചു വിട്ടിരിക്കുന്നത്. ചില ന്യൂസ് ചാനലുകളൊക്കെ കാണുമ്പോഴേ ചിലപ്പോൾ ചിരി വരാറുണ്ട്. ആരെങ്കിലും പ്രശസ്തരായ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു എന്നിരിക്കട്ടെ, ആ ന്യൂസ് ചാനലുകൾ ആ വ്യക്തിയെ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യും. ഇദ്ദേഹമായിരുന്നു കേരളം കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ, ഇദ്ദേഹമായിരുന്നു കേരളം കണ്ട ഏറ്റവും നല്ല ചലച്ചിത്ര താരം, ഇദ്ദേഹമായിരുന്നു കേരളം കണ്ട ഏറ്റവും നല്ല സ്പോർട്സ് താരം എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് പ്രശംസിക്കാറുണ്ട്. എപ്പോഴാണ്? ആൾ മരിച്ച് മോർച്ചറിയിൽ കിടക്കുന്ന അവസരത്തിലാണ് നന്മ പറയുന്നത്. എന്നാൽ ആ വ്യക്തി ജീവിച്ചിരുന്ന കാലയളവിലൊക്കെ ഈ ചാനലുകളിൽ മാത്രമല്ല നമ്മുടെയൊക്കെ അനുദിന സംഭാഷണത്തിലൊക്കെയും ഇവരെ വ്യക്തിഹത്യ ചെയ്തതാണ്. ഇത്രയും മോശപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ഇത്രയും മോശപ്പെട്ട ഒരു ചലച്ചിത്ര താരം, ഇത്രയും മോശപ്പെട്ട ഒരു സ്പോർട്സ് താരം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ താറടിച്ച് കാണിക്കാറുണ്ട്. പലപ്പോഴും നന്മകൾ പ്രഘോഷിക്കപ്പെടുന്നത് ഓരോ വ്യക്തികളുടെയും മരണശേഷമാണ് എന്നുള്ള സത്യം സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അതിന് പകരമായിട്ട് കൂടെയുള്ളവരെക്കുറിച്ച് ഇപ്പോൾ തന്നെ നല്ല മതിപ്പോടുകൂടി സംസാരിക്കുക. നമ്മുടെ മനസ്സിൽ കൂടെയുള്ളവരെക്കുറിച്ച് നന്മ ചിന്തിക്കുക. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചും പലർക്കും ഇപ്പോൾ മതിപ്പില്ലാത്തവരുണ്ടാവാം. നമ്മുടെ നന്മകൾ കാണാത്തവർ, നമ്മുടെ കഠിനാധ്വാനം കാണാത്തവർ, നമ്മുടെ അർപ്പണബോധം കാണാത്തവരായിട്ടുള്ള നിരവധി പേര് നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുണ്ടാവാം. നമുക്ക് ചുറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനത്തിൽ തന്നെ, എൻ്റെയൊക്കെ ആണെങ്കിൽ എന്നോടുകൂടെ ആശ്രമത്തിൽ തന്നെ ജീവിക്കുന്ന പലരും ഉണ്ടാവാം, എൻ്റെ നന്മകൾ ഒരിക്കലും കാണാത്തവർ. വിഷമിക്കേണ്ട, ഈശോയും അങ്ങനെ തന്നെയായിരുന്നു. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്യാത്ത നന്മകളുണ്ടോ? ഈശോ നന്മ പ്രവർത്തിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ദരിദ്രർക്ക് ഭക്ഷണം നൽകി, വചനം പ്രഘോഷിച്ചു, കരുണ കാണിച്ചു, സ്നേഹിച്ചു, സൗഹൃദങ്ങൾ സ്ഥാപിച്ചു. എന്നിട്ടും അവൻ ദൈവപുത്രനാണ് എന്നൊരു വ്യക്തി പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവസരം എപ്പോഴാണ് ഒരുങ്ങിയെന്നറിയാമോ? യേശു കുരിശിൽ കിടന്ന് മരിച്ച അവസരത്തിൽ. മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 39-ാം തിരുവചനത്തിൽ ശതാധിപൻ വന്നിട്ട് പ്രഘോഷിക്കുന്നുണ്ട്, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈശോയുടെ നന്മ കാണാൻ സാധിക്കാതെ പോയ ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ ശതാധിപൻ വന്ന് പറയുന്നത്, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നുവെന്ന്. നിങ്ങൾ ഒരിക്കലും ഈ ശതാധിപൻ ഒരു നല്ല കഥാപാത്രമാണ് ചിന്തിക്കരുത് കേട്ടോ. ഇദ്ദേഹം പെട്ടെന്ന് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മാലാഖയാണെന്നൊരിക്കലും ചിന്തിക്കരുത്. ആരാണ് ഈ ശതാധിപൻ? പണ്ട് ഭൃത്തിന് സുഖമില്ല എന്ന് പറഞ്ഞ് വന്ന ശതാധിപൻ അല്ല കേട്ടോ. ഇത് ഈശോയെ കൊന്നൊടുക്കുവാനായിട്ട്, ഈശോയെ കുരിശയിലേറ്റി വധിക്കുവാനായിട്ട് റോമാ സാമ്രാജ്യം അയച്ച പടയാളികളുടെ നേതാവായിരുന്നു. അതായത് യേശുവിനെ കുരിശിലേറ്റി കൊന്നവൻ, ആ കൃത്യം നിർവഹിച്ച വ്യക്തിയാണ് ഈ ശതാധിപൻ. ആ വ്യക്തിയാണ് മനസ്സലിഞ്ഞ് ഉള്ളുരുകി പറയുന്നത്, തെറ്റുപറ്റിപ്പോയി, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നുവെന്ന്. യേശു ഭൂമിയിലായിരുന്ന അവസരത്തിൽ തൻ്റെ പരസ്യജീവിത കാലത്തിൽ പലപ്പോഴും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ സമർത്ഥിച്ചിട്ടുണ്ട് താൻ ദൈവപുത്രനാണ്. താൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ജനത്തെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്, പിതാവായ ദൈവത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാനാണ് എന്നൊക്കെയും ഈശോ പറഞ്ഞിട്ടും ആരും തൻ്റെ ശിഷ്യരുൾപ്പെടെയുള്ളവർ ശ്രവിക്കാതെ പോയി. യേശു ദൈവപുത്രനാണ് എന്നുള്ള സത്യം മനസ്സിലായത് അവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നില്ല, യേശു മരിച്ച് കുരിശിൽ തൂങ്ങിക്കിടന്ന അവസരത്തിലായിരുന്നു അവനെക്കുറിച്ച് ശത്രുക്കൾ പോലും നന്മ പറഞ്ഞത്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പറ്റുന്നൊരു ബുദ്ധിമുട്ട്, ഒരു വേദനയാണിത്. എൻ്റെ ഞാൻ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ എനിക്ക് എന്തെല്ലാം നന്മയുണ്ടായിക്കൊള്ളട്ടെ, എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കടന്നു പോകുന്നുണ്ട്, പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ സമൂഹത്തിലുള്ളവർ ഒരിക്കലും എന്നെക്കുറിച്ച് നന്മ പറയില്ല. എന്നെ കള്ളനെന്ന് വിളിക്കും, എന്നെ ഒരു തെറ്റുകാരനെന്ന രീതിയിൽ ചിത്രീകരിക്കും. അപ്പോഴൊക്കെ മനസ്സിലാക്കുക, ദൈവപുത്രനായ യേശു പോലും ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്.
ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ അച്ഛാ, എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു വിലയുമില്ല, നാട്ടിലൊരു വിലയുമില്ല. ഭാര്യയാൽ തിരസ്കരിക്കപ്പെടുന്ന ഭർത്താക്കന്മാരാൽ തിരസ്കരിക്കപ്പെടുന്ന ഭാര്യമാർ, മക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന അപ്പനമ്മമാർ. മക്കളൊന്നും ഒരിക്കലും അപ്പനമ്മമാർക്ക് ഒരു വിലയും നൽകാറില്ല. ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിലയും നൽകാറില്ലാത്തപ്പോൾ ഈ വ്യക്തികളൊക്കെ വലിയ ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് കടന്നു, ഏകാന്തതയിലൂടെ കടന്നു. എന്നിട്ട് പറയും, എനിക്കൊരിടത്തും ഒരു വിലയുമില്ല, വിലയും നിലയുമില്ല, എന്നെ ആർക്കും വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ഉത്തരമായിട്ട് പറയുന്നൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ള സഹോദര സഹോദരി, നമ്മൾ ഒരു പച്ചക്കറി മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു കടയിൽ പോകുമ്പോൾ അവിടെ പല സാധന സാമഗ്രികളുണ്ട്. പച്ചക്കറി ഉണ്ടാവാം, ഇറച്ചി ഉണ്ടാവാം, മറ്റ് വസ്തുവകളൊക്കെ ഉണ്ടാവാം. അതിൻ്റെയൊക്കെ വില നിശ്ചയിക്കുന്നത് മനുഷ്യനാണ്, അല്ലേ? പക്ഷേ മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ഈ ഒരു സത്യം മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക. നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലുമൊക്കെ അവഗണിക്കപ്പെടുമ്പോൾ, നമ്മുടെ നന്മ മറ്റുള്ളവർ കാണാതെ വരുമ്പോൾ, എന്നെ എല്ലാവരും ചവിട്ടി താഴ്ത്തുമ്പോൾ എനിക്ക് വിലയില്ലല്ലോ, എന്നെ വെറുതെ കറിവേപ്പില പോലെ എടുത്ത് ദൂരെ എറിയപ്പെടുകയാണല്ലോ എന്നോർത്ത് ആരും വിഷമിക്കരുത്. കാരണം ദൈവപുത്രനായ യേശു പോലും ഇത്തരം തിരസ്കരണങ്ങളിലൂടെ കടന്നുപോയി. അതോടൊപ്പം തന്നെ മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക, നിന്റെ വില നിശ്ചയിക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 43-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ആ ഗാനമുണ്ട്, ഈ വചനത്തെ ആസ്പദമാക്കിയ ഗാനത്തിൽ പറയുന്നുണ്ട്, നീ എനിക്കെന്നും വിലപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. നോക്കുക, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളവനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ആരും നിന്നെ തിരസ്കരിച്ചു കൊള്ളട്ടെ, നിൻ്റെ കുടുംബത്തിലുള്ളവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നിന്നെ തള്ളി പറഞ്ഞു കൊള്ളട്ടെ, നിനക്ക് വില കൽപ്പിക്കാതിരുന്നു കൊള്ളട്ടെ, വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. കാരണം നിൻ്റെ വില നിശ്ചയിക്കുന്നത് മനുഷ്യനല്ല, മറിച്ച് ദൈവമാണ്. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയും, എന്തുകൊണ്ട് നമ്മൾ മനുഷ്യരുടെ വില അതിനെ പരിഗണിക്കേണ്ട എന്ന് പറയുന്നതിന് കാരണം, മനുഷ്യർ കാണുന്ന രീതിയിലല്ല ദൈവം നമ്മളെ കാണുന്നത്. ദൈവം നമ്മളെ കാണുന്ന രീതിയിലല്ല മനുഷ്യർ നമ്മളെ കാണുന്നത്. സാമുവേലിൻ്റെ പുസ്തകം 1-ാം പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് സാമുവേൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ദാവീദിൻ്റെ സഹോദരന്മാരെയൊക്കെ ഇങ്ങനെ വിളിച്ച് പരേഡ് നടത്തുകയാണ് സാമുവേലിൻ്റെ മുൻപിൽ കൂടെ. നല്ല കരുത്തരും സുമുഖന്മാരുമായ വ്യക്തികളൊക്കെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ ദൈവം സാമുവേലിനോട് പറയുന്നു, ഇവരെയൊന്നുമല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒടുവിൽ ബാലനായ ദാവീദ് കടന്നു വരുമ്പോൾ സാമുവേലിനോട് ദൈവം പറയുന്നുണ്ട്, ഇവനെ അങ്ങോട്ട് അഭിഷേകം ചെയ്ത്, ഇവൻ കുഞ്ഞാണ്, വലിയ കഴിവൊന്നും കാണുന്നില്ല, പക്ഷേ എനിക്ക് ഇവനെ മതി, ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്ന, അല്ലെങ്കിൽ അവിടെ വചനത്തിൽ വായിക്കുന്ന ഒരു വചനമുണ്ട്, 1 സാമുവേൽ 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. സ്നേഹമുള്ളവരെ, ബാലനായ ദാവീദിനെ ദൈവത്തിന് ഉയർത്താൻ കഴിയുമെങ്കിൽ, ദാവീദിനെ വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമായിട്ട് കരുതുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുകയില്ല? തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നിനക്ക് അഡ്രസ്സ് ഇല്ലായിരിക്കാം, കഴിവില്ലായിരിക്കാം, മുൻപ് പറഞ്ഞതുപോലെ കറിവേപ്പില പോലെ നിന്നെ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവത്തിന് നിന്നെ വേണം. ദൈവം നിനക്ക് പ്രിയപ്പെട്ടവനാണ്, നീ ദൈവത്തിനും പ്രിയപ്പെട്ടവനാണ്, നീ ദൈവത്തിൻ്റെ അമൂല്യ സ്വത്താണ് എന്ന് എൻ്റെ പൊന്നു സഹോദര സഹോദരി മനസ്സിലാക്കുക. അപ്പോൾ ദൈവം നിന്നെ ഒരിക്കലും തിരസ്കരിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാകിയാൽ ദൈവത്തിന് നീ എപ്പോഴും പ്രിയങ്കരനാണ്. കഴിവുകെട്ടവനായിരിക്കാം, നന്മയൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം, ബട്ട് ഗോഡ് സ്റ്റിൽ ലവ്സ് യു. മറ്റുള്ളവർ നമ്മളെ തിരസ്കരിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണല്ലേ? മറ്റുള്ളവർ നമ്മളെ ചവിട്ടി പുറത്താക്കുമ്പോൾ നമുക്ക് വലിയ വേദനയാണ്. നമ്മുടെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ നമുക്ക് നിലയും വിലയും ഇല്ലാത്തപ്പോൾ വലിയ വ്യസനമാണ് മനസ്സിൽ. എന്നാൽ ഇതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന ചില അവസരങ്ങൾ ഉണ്ടാകുന്നില്ലേ? നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, അപ്പനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പലരെയും തിരസ്കരിക്കാറുണ്ട്, പലരെയും വില കുറച്ച് കാണാറുണ്ട്, പലരെയും അവരുടെ നന്മകളോട് ചേർത്ത് കാണുകയും പ്രശംസിക്കുകയും അവരുടെ ജീവിതത്തോട് ചേർത്ത് എൻ്റെ ജീവിതം പ്രതിഷ്ഠിച്ച് ആ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് മക്കൾ, അവർക്ക് അപ്പനമ്മമാരെ എന്ന് പറയുന്നത് വലിയൊരു ഭാരമായിട്ട് തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് പോയി.
എനിക്ക് അത്ര വലിയ പരിചയമില്ലാത്തൊരു കുടുംബക്കാരായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ ആ മൃതസംസ്കാര ശുശ്രൂഷ ചെയ്യുന്നപ്പോൾ ഒരു കുടുംബനാഥനാണ് മരിച്ചിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്. അപ്പ എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, പപ്പ എന്നെ വിട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ദുഃഖത്തിനൊരു അറുതിയില്ല. ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണഗതിയിൽ മൃതസംസ്കാര വേളകളൊക്കെ ഒരാൾ കണ്ണീരണിഞ്ഞ് വിലപിക്കുമ്പോൾ മറ്റുള്ളവർ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കാനായിട്ട് കാണും, അല്ലേ? സാരമില്ല, കരയണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് നമ്മൾ നിർത്തും അവരെയൊക്കെ. പക്ഷേ ഈ പെൺകുട്ടി കരഞ്ഞ് നിലവിളിച്ചിട്ട് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അവളുടെ അമ്മ അവളിൽ നിന്ന് മാറിയിരിക്കുന്നു. ചുറ്റുവട്ടം ഭർത്താവോ മക്കളോ ആരുമില്ല. ഇവൾ മാത്രം പൊട്ടിക്കരയുകയാണ് ഈ മൃതശരീരത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ട്. ഞാൻ പിന്നീട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും ഇഷ്ടപ്പെട്ട മകളുമായിരുന്നു ഈ കുഞ്ഞ്. അവളെ വലിയ സ്നേഹത്തോടുകൂടി വളർത്തി വലുതാക്കി. പക്ഷേ വിവാഹപ്രായമായപ്പോൾ അപ്പനോടും അമ്മയോടും ഒന്നും പെർമിഷൻ ചോദിക്കാതെ ഇവൾ അന്യമതസ്ഥനായ ഏതോ ഒരു വ്യക്തിയോട് ഇറങ്ങിക്കൊണ്ട് പോയി. നമുക്കറിയാം, നമ്മുടെ അപ്പച്ചന്മാർ ഇച്ചിരി വാശിക്കാരൊക്കെയാണ്. ചില ഡയലോഗൊക്കെ പറയും. അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞു, എനിക്കിങ്ങനൊരു മകളില്ല എന്ന് പ്രഖ്യാപിച്ചു. വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ആ ഉള്ളിലെ വിഷമം കാരണം. ഈ മകൾ ഇത് വളരെ സീരിയസ് ആയിട്ടെടുത്തു, കാര്യമായിട്ടെടുത്തു. ഇവളും പ്രഖ്യാപിച്ചു, എനിക്ക് ഇങ്ങനൊരു പപ്പയില്ല എന്ന് ഇവളും പ്രഖ്യാപിച്ചു. ഇത് ഈ മനുഷ്യനെ വല്ലാണ്ട് തകർത്ത് കളഞ്ഞു. അദ്ദേഹത്തിനത് മകൾ ഇറങ്ങിപ്പോയി എന്നതിലധികമായിട്ട് എനിക്കിങ്ങനൊരു അപ്പനില്ല എന്നവൾ പലരോടും പറഞ്ഞപ്പോൾ അത് ആ മനുഷ്യന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അതോടുകൂടി അദ്ദേഹം വിഷാദ രോഗത്തിലേക്ക് പതിക്കുകയും പിന്നീട് ഹൃദയം നൊന്ത് ഹൃദയാഘാതം വന്ന് മരിക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ മകൾക്ക് ബോധോദയമുണ്ടായത്, സുബോധമുണ്ടായത്. എൻ്റെ പപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പോഴാണ് മൃതസംസ്കാരത്തിന് ശുശ്രൂഷയിൽ വന്നിട്ട് ഈ നാടകമല്ല, യാഥാർത്ഥ്യം, അല്ലേ? കണ്ണീര്, യഥാർത്ഥത്തിലുള്ള വേദന അപ്പോൾ പുറത്തു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മകളുടെ സുബോധം പ്രവർത്തിച്ചത് അപ്പൻ്റെ മരണശേഷമാണ് എന്നുള്ള സത്യം ഞാൻ വളരെ വേദനയോടുകൂടി മനസ്സിലാക്കി. എൻ്റെ ഹൃദയം പെട്ടെന്ന് സഞ്ചരിച്ചത് ലൂക്കാട് സുവിശേഷത്തിലേക്കാണ്. അവിടെ ധൂർത്തപുത്രൻ്റെ കഥയുണ്ട്, അല്ലേ? ധൂർത്തപുത്രന് സംഭവിച്ചത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൻ മരിച്ചില്ല, പക്ഷേ ധൂർത്തപുത്രൻ അപ്പനോട് കൂടെ ജീവിച്ച അവസരത്തിൽ ആ അപ്പൻ്റെ നന്മ മനസ്സിലാക്കുവാനായിട്ട്, ആ അപ്പൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട്, ആ അപ്പൻ്റെ കരുണ മനസ്സിലാക്കുവാനായിട്ട്, കരുതൽ മനസ്സിലാക്കുവാനായിട്ട് ആ ധൂർത്തപുത്രനെ കൊണ്ട് സാധിക്കാതെ വരുന്നു. അവനിറങ്ങി പോവുകയാണ്. തനിക്ക് കിട്ടാനുള്ള വിഹിതവുമായിട്ട് ഓഹരി മേടിച്ചിട്ട് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് പന്നികളോടൊപ്പമായിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ അപ്പൻ നല്ലവനായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങ് വിദൂരത്തായിരിക്കുന്ന അവസരത്തിലാണ് പലപ്പോഴും തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകുന്നു. അപ്പോഴവിടെ സുവിശേഷകൻ എഴുതി ചേർക്കുന്നു, അപ്പോൾ ആ നിമിഷം അവന് സുബോധമുണ്ടായി എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ എന്ന് സുബോധമുണ്ടാകും? നമ്മുടെ കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ചേർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ എപ്പോൾ നമുക്ക് സുബോധമുണ്ടാകും? ആൾ മരിച്ച് മണ്ണോട് മണ്ണാകാനായിട്ട് നോക്കി നിൽക്കണോ? ഒന്ന് ക്ഷമിച്ചുകൂടെ? ഒന്ന് പൊറുത്തുകൂടെ? സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി ആ വ്യക്തിയെ ഒന്നുകൂടി ഒന്ന് പരിഗണിച്ചുകൂടെ? സുബോധം വരുവാനായിട്ട് ആൾ മരിക്കുന്നിടം വരെ നമ്മൾ കാത്തു നിൽക്കണോ? അപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ കൂടെയുള്ളപ്പോൾ ആളുകളുടെ വില മനസ്സിലാക്കുക. കൂടെയുള്ള വ്യക്തിയെക്കുറിച്ച് മതിപ്പോടുകൂടി സംസാരിക്കുക. ഞാൻ ആരുടെ കൂടെ ജീവിക്കുന്നോ അവരെയൊക്കെ ദൈവം പ്രത്യേകമാവിധം പദ്ധതിயின் പ്രകാരം എൻ്റെ ജീവിതത്തിലേക്ക് അയച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുറവുകളെയൊന്നും പരിഗണിക്കാതെ അവരുടെ കുറവുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹത്തോടും സന്തോഷത്തോടും സഹിഷ്ണുതയോടും കൂടി അവരോടൊപ്പം ജീവിക്കുവാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയുക തന്നെ ചെയ്യണം. ഇത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിലും പലപ്പോഴും കൂടെയുള്ള ആൾക്കാരെക്കുറിച്ച് മതിപ്പ് വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ചും നമ്മൾ ഭർത്താക്കന്മാർ, പുരുഷന്മാർക്ക് ഒരു ചിന്തയുണ്ട്, ഈ ഭാര്യമാരെ ഏതോ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്നൊരു തെറ്റായ മനോഭാവം പലപ്പോഴും പുരുഷന്മാർക്കുണ്ട്. അവർ കിടന്ന് കഷ്ടപ്പെട്ടുകൊള്ളട്ടെ, എൻ്റെ അടിമയെ പോലെ. കാരണം അവരുടെ കാര്യത്തിൽ ഒരു കരുതലും എനിക്കില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്നെ രാജാവിനെ പോലെ നോക്കിക്കൊള്ളണം. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ പുറമേ നോക്കുമ്പോൾ വളരെ സ്നേഹമുള്ള ഒരു ഭാര്യയും ഭർത്താവും. പക്ഷേ ആ ഭർത്താവ് എപ്പോഴും ഭാര്യയെ ഇങ്ങനെ എപ്പോഴും ഇട്ട് ജോലി ചെയ്യിപ്പിച്ച് അവരെ ഇങ്ങനെ നരക ജീവിതത്തിലേക്ക്, യാതനയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഈ ഭർത്താവിന് കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് പിടിച്ച് വളരെ ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം ആരോഗ്യവും സ്വന്തം സുരക്ഷ പോലും വകവയ്ക്കാതെ ആ ഭാര്യ അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ നോക്കി.
നല്ല രീതിയിൽ നോക്കി അദ്ദേഹത്തെ ആ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഈ ഭാര്യ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടാണെന്ന് ഞാൻ പറയുകയുള്ളൂ. എന്നിട്ട് ഈ അടുത്ത കാലത്ത് ഈ സഹോദരിക്ക്, ഈ ഭാര്യയ്ക്ക് ഡെങ്കിപ്പനി പിടിച്ചു. അപ്പോൾ ഈ ഭർത്താവിനുള്ള ഒരു നല്ലൊരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ദിവസം പള്ളിയിൽ പോകും. എല്ലാ ദിവസവും ഈ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമികുലുക്കം ഉണ്ടായാലും അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, പള്ളിയിൽ പോകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിട്ടയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് രോഗം പിടിച്ച്, പനി പിടിച്ച്, ശരീരമാസകലം വേദനയായിട്ട് പാവത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കട്ടിൽ കിടക്കുക. അപ്പോൾ ഈ പള്ളിയിൽ പോകുന്നതിന് മുൻപ് ഇദ്ദേഹത്തിനൊരു നിഷ്കർഷയുണ്ട്, കട്ടൻ കാപ്പി കുടിക്കണം. കട്ടൻ കാപ്പി കുടിച്ചിട്ടേ പള്ളിയിൽ പോവുള്ളൂ. അത് ഭാര്യ തന്നെ കട്ടൻ കാപ്പി ഇട്ട് തരികയും വേണം. അപ്പോൾ ഇദ്ദേഹം വാശി പിടിക്കുകയാണ്. അതിരാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റിട്ട് എഴുന്നേൽക്കാൻ വയ്യാതെ ആ സകലം വേദനയായിട്ട് പനി പിടിച്ചെടുക്കുന്ന സ്വന്തം ഭാര്യയോട്, നീ എണീറ്റ് കട്ടൻ കാപ്പി ഇട്ട് തരണം. ഈ അമ്മയ്ക്കാണെങ്കിൽ എഴുന്നേൽക്കാനും പോലും സാധിക്കില്ല. ചേട്ടൻ തന്നെ അനത്തിക്കൂടെ, ഇല്ല നീ തന്നെ കട്ടൻ കാപ്പി ഇട്ട് തന്നാലേ എനിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. കാരണം ഇവളെ അടിമയാണല്ലോ, എൻ്റെ അടിമയായിട്ട് ഞാൻ പണം കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തും ആജ്ഞാപിക്കാമല്ലോ. ഇത്തരത്തിൽ സ്വന്തം ഭാര്യമാരോട് പോലും അവഗണനയോടെ, പുച്ഛത്തോടു കൂടി പെരുമാറി അവരുടെ വില മനസ്സിലാക്കാൻ സാധിക്കാത്ത നിരവധി പുരുഷന്മാർ, നിരവധി ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് ഈ ഭാര്യ എന്നോട് പറയുന്നത്, അച്ഛൻ എനിക്ക് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു, എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. എന്നിട്ട് എൻ്റെ ചേട്ടായി ഭർത്താവ് കാപ്പി കുടിക്കാതെ വാശിക്ക് എന്നോട് പിണങ്ങിയിട്ട് പോയി കുർബാനയിൽ പങ്കെടുത്ത് അവിടുന്ന് കുർബാന സ്വീകരിച്ചിട്ട് തിരിച്ചു എന്നത് പറഞ്ഞു. എത്രമാത്രം കാപട്യമുള്ള ജീവിതമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ വില മനസ്സിലാക്കാതെ ക്രിസ്തുവിൻ്റെ വില മനസ്സിലാക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ പാപം ചെയ്തിട്ടാണ് നീ നിന്നെ തന്നെ വലിയ വിശുദ്ധനായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നത് മനസ്സിലാക്കുക. ഇനി ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വില മനസ്സിലാക്കുന്നതിൽ നിന്ന് മാത്രമല്ല, ചില ഭവനങ്ങളിലൊക്കെ നേരെ തിരിച്ചാണ് കേട്ടോ സംഗതി. ചിലപ്പോഴൊക്കെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കരുതലിന് വേണ്ടി കാംക്ഷിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, ദാഹിക്കാറുണ്ട്. നിരന്തരം കൂലിപ്പണിക്ക് പോകുന്ന ഒരു ചേട്ടനോട് പറയുകയായിരുന്നു, അച്ഛാ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം അമ്മയുമുണ്ട്, എൻ്റെ ഭാര്യയുമുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഇഷ്ടംപോലെ മരുന്നിൻ്റെ ആവശ്യമുണ്ട്, എനിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂലിപ്പണി ചെയ്യുന്നത്. പക്ഷേ അച്ഛാ വീട്ടിലൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്താണ്? അപ്പോൾ പറയുക, ഈ ഭാര്യയും എൻ്റെ സ്വന്തം അമ്മയും പകൽ വേറെ ഒരു പണിയില്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ശണ്ടയാണ്. വൈകുന്നേരം ഞാൻ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ സൗഹൃദവും ഇവരുടെ സാന്നിധ്യവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ 2 പേരും മുഖം വീർപ്പിച്ച് എന്നോട് വഴക്കടിക്കാനായിട്ട് സജ്ജരായിട്ടാണ് ഇരിക്കുന്നത് പറയുന്നു. നോക്കുക, ഈ ഭർത്താവ് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയാണെങ്കിൽ തീരും ഇവരുടെ പിണക്കോ ഇണക്കോ ഒക്കെ അല്ലേ. അപ്പോൾ കൂടെയുള്ളപ്പോൾ ആളുകളുടെ വില മനസ്സിലാക്കുക. ഭർത്താവ് മനസ്സിലാക്കണം, എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു അടിമയല്ല. ഭാര്യ മനസ്സിലാക്കി, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു യന്ത്രമല്ല, പുറത്ത് പോയി ജോലി ചെയ്തിട്ട് പണം കൊണ്ടുവന്ന് ഒടുവിൽ എൻ്റെ വായിലിരിക്കുന്ന ആക്ഷേപ വാക്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല എൻ്റെ ഭർത്താവ് എന്ന തിരിച്ചറിവ്, ബോധ്യം ഓരോ അമ്മമാർക്കും ഓരോ ഭാര്യമാർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ മക്കളും തിരിച്ചറിയുക. അപ്പനമ്മമാരെ തള്ളിക്കളയുവാനായിട്ട്, അവരെ പരിഹസിക്കുവാനായിട്ട്, അവരെ തിരസ്കരിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പറയുന്നത്, എൻ്റെ അപ്പനൊരു നല്ല വ്യക്തിയായിരുന്നു, അമ്മയൊരു നല്ല വ്യക്തിയായിരുന്നു എന്ന്. അപ്പോൾ അമ്മ കൂടെയുള്ളപ്പോൾ, അപ്പൻ കൂടെയുള്ളപ്പോൾ അവരുടെ വില മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമല്ല ഇരുന്ന് വിലപിക്കേണ്ടത്, കൂടെയുള്ളവരുടെ വില മനസ്സിലാക്കുവാനായിട്ട് ഈശോ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.